സെക്കൻഡ് ഹാൻഡ് ഐഫോൺ മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ കൂടി ഞാൻ പറയുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ഐഫോൺ മേടിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. പണ്ടത്തെക്കാളും സെക്കൻഡ് ഹാൻഡ് ഐഫോൺസിൻ്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ വളരെയധികം ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ ഈവൻ ഇപ്പോൾ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ്, കുറേ ആപ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് ഐഫോൺസ് സെയിൽ ചെയ്യാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറേ അധികം പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ കുറേ അധികം സ്കാമും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട് ഈ ഒരു സെക്കൻഡ് മാർക്കറ്റിൽ. സോ നമ്മുടെ പൈസ വേസ്റ്റ് ആവാതെ എങ്ങനെ നമുക്കൊരു പെർഫെക്റ്റ് ഐഫോൺ ചൂസ് ചെയ്യണമെന്ന് ഈ ഒരു വീഡിയോ കൂടി നമുക്ക് നോക്കാം. നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ഐഫോണും കാര്യങ്ങളൊക്കെ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ആ ഒരു ഫോൺ നേരിട്ട് തന്നെ പോയി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ കൊറിയറിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കും ആ ഒരു ഫോൺ ഓർഡർ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ കൈ കിട്ടുന്ന ആ ഒരു ഫോൺ ആയിരിക്കില്ല, അതിന് പകരം വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. സോ നിങ്ങൾ മാക്സിമം നേരിട്ട് തന്നെ ഒരു ഫോൺ പോയി എടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഫോൺ വർക്കിംഗ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ആ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് ആപ്പിൾ ഐ ഡി ലോക്കോ കാര്യങ്ങളോ വന്ന് എടുക്കണമെന്ന്. ഈ ആപ്പിൾ ഐ ഡി ലോക്ക് വരാനുള്ള കുറേ അധികം റീസൺസ് ഉണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് വിൽക്കുന്ന സെല്ലർ എവിടെ നിന്നെങ്കിലും കട്ടുകൊണ്ട് വന്നിട്ടാണ് ആ ഒരു ഫോൺ നിങ്ങൾക്ക് വിൽക്കുന്നതെങ്കിൽ ആപ്പിൾ ഐ ഡി ലോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ആപ്പിൾ ഐ ഡി ലോക്ക് വന്ന് എടുക്കുന്ന ഫോണാണെങ്കിൽ അത് നിങ്ങൾ കറക്റ്റ് വെരിഫൈ ചെയ്തിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കുറേ അധികം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും പ്രൈമറി ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഫോണൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഫോൺ എടുക്കാൻ പോവാണ്. എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നോക്കണം. ഈ ഒരു ഫോൺ ഫേക്ക് ആണോ അതോ ഒറിജിനൽ ആണോ എന്ന് വെരിഫൈ ചെയ്യണം. അതിനുവേണ്ടി ആപ്പിളിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, coverage.apple.com എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ സെറ്റിങ്സിലുള്ള മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്ത് ഇവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഈ ഒരു ഫോൺ വാറൻറ്റി ഉള്ളതാണോ, വാറൻറ്റി തീർന്നതാണോ, എന്തെങ്കിലും രീതിയിലുള്ള സർവീസോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ ഫോൺ വാലിഡ് പ്രൊഡക്റ്റാണ്, ആപ്പിളിൻ്റെ തന്നെ ഒറിജിനൽ പ്രൊഡക്റ്റാണോ, ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. സോ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഫേക്ക് ആണോ അല്ലെങ്കിൽ ഒറിജിനൽ ഫോണാണോ എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. സോ ഈ ഒരു കാര്യമാണ് നിങ്ങൾ രണ്ടാമതായിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ മേടിക്കുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കും. നമ്മളിപ്പോൾ ഫോൺ ഒറിജിനൽ ആണെന്ന് ആ ഒരു സൈറ്റിൽ കയറി വെരിഫൈ ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് ഫോണിൻ്റെ ഫിസിക്കൽ കണ്ടീഷനാണ്. ഫോണിൻ്റെ ഫോണിന് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടാകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഫോൺ ഐ ലെവലിൽ പിടിച്ചിട്ട് ഓരോ സൈഡോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള വിസിബിൾ സ്ക്രാച്ച് ഉണ്ടോ, അത് ഡിസ്പ്ലേ എന്തെങ്കിലും സ്ക്രാച്ച് ഉണ്ടോ എന്ന് നോക്കുക. ഫോണിൻ്റെ ബാക്ക് ഗ്ലാസ്സിൽ ഏതെങ്കിലും സൈഡിൽ പൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഫ്രെയിമിൽ എന്തെങ്കിലും ഡെൻറ്റോ സ്ക്രാച്ചോ ഉണ്ടോ എന്ന് നോക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വെരിഫൈ ചെയ്യുക. നമ്മൾ ഫിസിക്കൽ ചെക്ക് ചെയ്യുമ്പോൾ വിട്ടുപോകുന്നൊരു കാര്യമാണ് മ്യൂട്ട് ബട്ടൻ്റെ കേസ്. സോ ഐഫോണിൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നൊരു പാർട്ടാണ് മ്യൂട്ട് ബട്ടൺ എന്ന് പറയുന്നത്. സോ മ്യൂട്ട് ബട്ടൺ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ ശ്രമിക്കുക. ഇനി ഡിസ്പ്ലേയിൽ എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് പ്രൈമറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു ആപ്പ് എടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കുക. ഏതെങ്കിലും പോയിന്റിൽ വെച്ച് ആ ഒരു ആപ്പ് സ്റ്റക്കായി പോകുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേക്ക് ഇഷ്യൂ ഉള്ളത് നമുക്കൊരു പ്രൈമറി സ്റ്റേജിൽ മനസ്സിലാക്കാനായിട്ട്. നിങ്ങൾ എടുക്കുന്ന ഫോൺ 12ഉം അതിന് മേളിലായിട്ടുള്ള ഫോണാണെങ്കിൽ OLED ഡിസ്പ്ലേസ് ആയിരിക്കും അതിൻ്റെ വരുന്നത്. സോ OLED ഡിസ്പ്ലേസിൽ മെയിനായിട്ട് വരുന്നൊരു ഇഷ്യൂ ആണ് സ്ക്രീൻ ബേൺ ഇഷ്യൂ എന്ന് പറയുന്നത്. സ്ക്രീൻ ബേൺ എന്താണെന്ന് വെച്ചാൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാം എടുത്തിട്ട് അത് ക്ലോസ് ചെയ്തു എന്നിട്ട് നിങ്ങൾ യൂട്യൂബ് എടുക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു വാട്ടർമാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാനായിട്ട് പറ്റും. ആ ഒരു യൂട്യൂബിൻ്റെ ഇൻ്റർഫേസ് തന്നെ കാണാനായിട്ട് പറ്റും. സോ ഇങ്ങനെ വരുവാണെങ്കിൽ സ്ക്രീൻ ബേൺ ഇഷ്യൂ ഉണ്ടെന്നാണ് അർത്ഥം. സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ഡിസ്പ്ലേയുടെ കേസ്. ഇനി ഫോണിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഐഫോൺ യൂസറാണ്, ഒരു സെക്കൻഡ് ഹാൻഡ് ഐഫോൺ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ഡിസ്പ്ലേ റീപ്ലേസ് ആണോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. കാരണം ഐഫോൺസിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ പൊതുവേ വളരെയധികം സ്മൂത്താണ്, 60 Hz ആയിരുന്നാൽ പോലും. സോ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഐഫോൺസ് യൂസ് ചെയ്തിട്ടേ ഇല്ല, ആദ്യമായിട്ടാണ് ആ ഐഫോൺ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് ഐഫോണാണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ റീപ്ലേസ് ആണോ എന്ന് നോക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഡിസ്പ്ലേ ജസ്റ്റ് പ്രസ് ഹോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ട്രൂ ടോൺ എന്ന് പറഞ്ഞ ഈ ഒരു കാര്യം കാണാൻ സാധിച്ചില്ലെങ്കിൽ ആ ഒരു ഡിസ്പ്ലേ റീപ്ലേസ്ഡ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ട്രൂ ടോൺ എന്ന് പറഞ്ഞ കാര്യം നമുക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ ആപ്പിളിന് തന്നെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ പോയി സർവീസ് ചെയ്താൽ മാത്രമാണ് ഇത് തിരിച്ച് നമ്മുടെ ഫോണിലേക്ക് വരുള്ളൂ. സോ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫോണിൻ്റെ ഡിസ്പ്ലേ ഒരു തേർഡ് പാർട്ടി ഡിസ്പ്ലേ ആണോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഒറിജിനൽ ഡിസ്പ്ലേ ആണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള വൈറ്റ് ഡോട്ട്സോ കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് ഡിസ്പ്ലേ പെർഫോമൻസ് ഒന്ന് നോക്കുക, ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെ ഡിസ്പ്ലേ പെർഫോമൻസ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള കൺട്രി ലോക്ക് കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നുണ്ടോ എന്നുള്ളത്.
ഈ ഒരു കാര്യം മെയിനായിട്ടും കണ്ടുവരുന്നത് നമ്മുടെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഫോൺസിലാണ് ഈ ഒരു കാര്യം മെയിനായിട്ട് കണ്ടുവരുന്നത്. സോ കൺട്രി ലോക്കുള്ളൊരു ഫോണാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ സിമ്മോ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യാനായിട്ട് പോകുന്നില്ല. സോ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങൾ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 90 എബോ ബാറ്ററി ഹെൽത്തുള്ളൊരു ഫോണാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതൊരു നല്ല ഫോൺ തന്നെയായിരിക്കും, നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അതല്ല മിനിമം നിങ്ങൾ ഒരു 80 എബോ എങ്കിലും ബാറ്ററി ഹെൽത്ത് ഉള്ളൊരു ഫോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക. 80 താഴെയുള്ള ഫോണൊക്കെ അവോയ്ഡ് ചെയ്തേക്ക്. കാരണം നിങ്ങൾ ആ ഒരു ഫോൺ പർച്ചേസ് ചെയ്തിട്ട് പോയി എന്തായാലും ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. ആപ്പിളിൻ്റെ ഒറിജിനൽ ബാറ്ററി ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചാനൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുപോക്കുക. ഡീറ്റെയിൽ ആയിട്ട് ബാറ്ററിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം കുറച്ചധികം കോസ്റ്റ് കാര്യങ്ങളൊക്കെ ആവും. സോ അതിലും നല്ലത് നല്ലൊരു ബാറ്ററി ഹെൽത്തുള്ളൊരു ഫോൺ ചൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് ബാറ്ററി റീപ്ലേസ്ഡ് ഒക്കെ ആണോയെന്ന്. ബാറ്ററി റീപ്ലേസ്ഡ് ആണോ എന്ന് അറിയാൻ ഒറ്റൊരു കാര്യം നോക്കിയാൽ ഈ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയി ബാറ്ററി എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് അൺനോൺ പാർട്ടെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ബാറ്ററി റീപ്ലേസ്ഡ് ആയിരിക്കും. അതൊരു തേർഡ് പാർട്ടി ബാറ്ററി കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഒറിജിനൽ ആപ്പിളിൻ്റെ തന്നെ ബാറ്ററി ആണെങ്കിൽ, ആപ്പിളിൻ്റെ സർവീസ് സെൻറ്ററിൽ മാറിയ ബാറ്ററി ആണെങ്കിൽ അവിടെ അൺനോൺ പാർട്ടോ കാര്യങ്ങളൊന്നും കാണിക്കില്ല. സോ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക ബാറ്ററിയുടെ സൈഡിൽ. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഫോണൊന്ന് ചാർജർ യൂസ് ചെയ്ത് ചാർജ് ചെയ്ത് നോക്കുക. ഫോണിൽ ചാർജും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കയറുന്നുണ്ടെന്ന് ഒന്ന് ഉറപ്പ് വരുത്താൻ ശ്രമിക്കുക. നമ്മൾ ഈ പഴയ ഐഫോൺസ് പർച്ചേസ് ചെയ്യുന്ന ക്യാമറ ക്വാളിറ്റിക്ക് വേണ്ടിയാണ്. സോ ഒബ്വിയസ്ലി നിങ്ങൾ ക്യാമറ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ജസ്റ്റ് ക്യാമറയുടെ ലെൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ കുറച്ചധികം ഫോട്ടോസ് വീഡിയോസൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ എടുത്ത് നോക്കുക. 4K അതുപോലെ തന്നെ 1080 60 FPS. ഇനി സിനിമാറ്റിക് മോഡ്, ആക്ഷൻ മോഡ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫോണാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ ഒരു മോഡ്സ് കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നുണ്ടെന്ന് നോക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ് ഫോണിൻ്റെ സ്റ്റെബിലൈസേഷൻ. ക്യാമറ സ്റ്റെബിലൈസേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ചില സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യമൊന്നും നോക്കിയില്ലെങ്കിലായിരിക്കും നിങ്ങൾ വന്നിട്ട് ഒരു വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഷെയ്ക്കി ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. സോ സ്റ്റെബിലൈസേഷൻ പ്രോപ്പറാണെന്ന് ഉറപ്പ് വരുത്താൻ ശ്രമിക്കുക. അപ്പോൾ ക്യാമറയുടെ ഭാഗത്തുനിന്ന് നല്ല രീതിക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ക്യാമറ റീപ്ലേസ്മെൻറ്റ്സിനൊക്കെ പോകാൻ നിന്നാൽ നല്ല രീതിക്ക് തന്നെ പൈസ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടാവും. സോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. പ്രോപ്പറായിട്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കും. നമ്മളിതെല്ലാം നോക്കി, എല്ലാം പക്കയാണ്, ഡിസ്പ്ലേ പക്കയാണ്, അതുപോലെ തന്നെ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ല, ബാറ്ററി ഹെൽത്ത് ഓക്കെയാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷേ വീട്ടിൽ വന്ന് ഫോണിൽ ഒരു പാട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി സ്പീക്കർ പ്രോപ്പറായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡസ്റ്റോ കാര്യങ്ങളൊക്കെ കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുന്ന ആളുടെ അടുത്ത് പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ ക്ലീൻ ചെയ്ത് ഒക്കെ തരാനായിട്ട് പറയുക. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു സോങ് അല്ലെങ്കിൽ വീഡിയോ കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്ത് നോക്കിയിട്ട് ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഇനി നിങ്ങൾക്ക് ഫോണിൽ സിം ഇടാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഫോണിൽ സിം ഒന്ന് ഇട്ട് നോക്കിയിട്ട് കോൾ ചെയ്ത് ഫോണിൻ്റെ മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫോണിലുള്ള ആ ഒരു റെക്കോർഡർ ആപ്ലിക്കേഷൻ എടുത്ത് വോയിസ് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഫോണിൻ്റെ മൈക്ക് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ ശ്രമിക്കുക. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ബേസിക്കായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊന്നും മിസ് ചെയ്ത് പോകരുത്. കാരണം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടായിരിക്കും ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്നത്. സോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഫോണിൻ്റെ ഫിസിക്കൽ ബട്ടൺസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിപ്പോൾ വോളിയം അപ്പ് ബട്ടൺ ആയാലും ഡൗൺ ബട്ടൺ, അതുപോലെ തന്നെ പവർ ഓഫ് ബട്ടൺ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്താൻ ശ്രമിക്കുക. ഇനി ഏത് ഐഫോൺ ചൂസ് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു 2024 ഒരു സ്ട്രാറ്റജി പറയുകയാണെങ്കിൽ നിങ്ങൾ 12 എങ്കിലും മിനിമം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. 12 ആൻഡ് എബോ ആണ് മിനിമം ചൂസ് ചെയ്യുക. കാരണം 5G സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് OLED ഡിസ്പ്ലേയുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ 12 തൊട്ടാണ് വരുന്നത്. സോ മിനിമം നിങ്ങൾ 12 എങ്കിലും എടുക്കുക. ഇനിയിപ്പോൾ അതിന് പറ്റിയില്ലെങ്കിൽ 11 എങ്കിലും ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 11 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോൺ തന്നെയാണ്. ഈ ഐഫോൺ Xന് താഴെയുള്ള ഡിവൈസൊക്കെ നിങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി ഗൂഗിൾ പേയുടെ കുറേ ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇനി ആ ഒരു ഫോണിൽ കുറേയധികം ആപ്സൊന്നും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാതെ വരാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനത്തെ ഡിവൈസൊക്കെ ഒഴിവാക്കുക. മിനിമം ഒരു 11 അല്ലെങ്കിൽ 12 തൊട്ടൊക്കെ എടുക്കാൻ ശ്രമിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കാണുന്നതായിരിക്കും. ദിസ് ഇസ് യുവർ ഫ്രണ്ട് സൈനിങ് ഔട്ട് ഫ്രം ടെക് സ്പോർട്ട്. ഗുഡ് ബൈ.